പാലാ നഗരസഭയുടെ കീഴിലുള്ള 12-ാം മൈലിലെ കുമാരനാശാൻ പാർക്കാണിത്. നഗരത്തിന്റെ തിരക്കിൽ നിന്നും അല്പസമയം ചിലവഴിക്കാൻ കുടുംബങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കുമാരനാശാൻ പാർക്കാണ്. വാക്വേയിലടക്കം പുല്ല് വളർന്നിരിക്കുന്നതാണ് പാർക്കിലെ പ്രധാന കാഴ്ച. കാലങ്ങളായുള്ള മഴയും വെയിലുമേറ്റ് കളിയുപകരണങ്ങൾ തകർന്ന അവസ്ഥയിലാണിത്. കുട്ടികളുടെ ഇഷ്ട കളിയുപകരണമായ ഊഞ്ഞാലുകളെല്ലാം തകർന്നു. 4 ഊഞ്ഞാലുകളുടെയും ചെയിൻ പൊട്ടി. കയറിലൂടെ പിടിച്ചു നീങ്ങുന്ന സാഹസിക വിനോദത്തിന് തയ്യാറാക്കിയിരിക്കുന്ന ഉപകരണത്തിന്റെ കയറുകൾ പല സ്ഥലങ്ങളിലും പൊട്ടി. കുട്ടികൾക്കൊപ്പം ഈ ഭാഗത്ത് നിൽക്കുന്ന രക്ഷിതാക്കളും പുല്ലിനിടയിൽ വേണം നിൽക്കാൻ. പാർക്കിൽ കളിയുപകരണങ്ങൾ സ്ഥാപിച്ച ഭാഗം ടൈൽ വിരിച്ചിരിക്കുന്നിടത്ത് മാത്രമാണ് പുല്ലൽപ്പം കുറവുള്ളത്. എങ്കിലും പല കോണുകളും പുല്ല് വളർന്ന നിലയിലാണ്. കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ പറ്റിയ പാർക്കിലെ ഭാഗം പൂർണ്ണമായും പുല്ല് വളർന്നു കഴിഞ്ഞു. പാർക്കിന്റെ ഇടതുഭാഗത്ത് അരയാൾ പൊക്കത്തോളം പുല്ലും കാട്ടുചേമ്പുകളും വളർന്നു നിൽക്കുന്നു. വാക്വേയിലൂടെ നടക്കുന്നവർ ഇഴജന്തുക്കളെ ഭയന്ന് നടക്കേണ്ട അവസ്ഥയിലാണ്. പാലാ നഗരസഭയുടെ മുനിസിപ്പൽ പാർക്ക് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്ന് പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെ വളരെയധികം വൃത്തിഹീനമായ രീതിയിൽ കാടും പടലവും വളരുന്നു. അതുപോലെ തന്നെ ഒടിഞ്ഞ ഊഞ്ഞാലുകൾ, അതുപോലെ തന്നെ ക്ലൈംബിംഗ് റോപ്പുണ്ട്, അതിൻ്റെ കയർ മുഴുവൻ പൊട്ടിയ നിലയിലാണ്. ഇഴജന്തുക്കളുടെ ശല്യവും ഉണ്ട് എന്നാണ് പൊതുജനങ്ങൾ പറയപ്പെടുന്നത്. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കായി സ്ഥാപിച്ചിരിക്കുന്ന കളിയുപകരണങ്ങളിൽ കൊച്ചുകുട്ടികൾ കയറുന്നത് നിയന്ത്രിക്കാൻ ആളില്ലാത്തതും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. ഓണാവധി കൂടി എത്തുന്നത് കണക്കിലെടുത്ത് പാർക്ക് പുല്ല് വെട്ടിത്തെളിക്കാനും കുട്ടികളുടെ കളിയുപകരണങ്ങൾ നവീകരിക്കാനും നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ.